ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാവർക്കും ഹരി ഓം. ഓം നമോ നാരായണായ. നമ്മുടെ സഹപാഠി എറണാകുളത്തുള്ള നിങ്ങൾ അറിയുമോയെന്നറിയില്ല, ലക്ഷ്മി അമ്മ സുഖമില്ലാണ്ടിരിക്കുകയാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു ഇന്നലെ. അപ്പം അവരുടെ ആരോഗ്യത്തിനായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് പരിചയമില്ല. മുക്തികോപനിഷത്ത് മുതലാണെന്ന് തോന്നുന്നു പഠിക്കാൻ തുടങ്ങിയത്. എങ്കിലും ഫോണിൽ കൂടെയുള്ള സമ്പർക്കമുണ്ട്. ഇന്നലെയാണ് മകള് പറയുന്നത് എൻ്റെ അടുത്ത്, ഞാൻ അറിഞ്ഞിരുന്നില്ല. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ഉഷാറായി വരട്ടെ. ഭഗവാന്റെയും യാജ്ഞവൽക്യ മഹർഷിയുടെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം പഞ്ചമ ബ്രാഹ്മണം കഹോല ബ്രാഹ്മണം. അദഹ ഏനം കഹോലഃ കൗശീതകേയഃ പപ്രച്ഛ യാജ്ഞവൽക്യ ഇതി ഹോവാച യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യാചക്ഷ ഇതി ഏഷദ ആത്മാ സർവാന്തരഃ കഥമഃ യാജ്ഞവൽക്യ സർവാന്തരഃ യഃ അശനായാ പിപാസേ ശോകം മോഹം ജരാം മൃത്യും അത്യേതി തം വൈ ഏതം ആത്മാനം വിദിത്വാ ബ്രാഹ്മണഃ പുത്രയേഷണായാച്ച വിത്തയേഷണായാച്ച ലോകയേഷണായാച്ച യുദ്ധായ അധ ഭിക്ഷാചര്യം ചരന്തി യാ ഹി ഏവ പുത്രയേഷണ സാ വിത്തയേഷണ യാ വിത്തയേഷണ സാ ലോകയേഷണ ഉഭേ ഹി ഏതേ ഏഷണേ ഏവ ഭവതഃ തസ്മാത് ബ്രാഹ്മണഃ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അധ മുനിഃ അമൗനം ച മൗനം ച നിർവിദ്യ അധ ബ്രാഹ്മണഃ സഹ ബ്രാഹ്മണഃ കേന സ്യാദ് ഏന സ്യാദ് തേന അദൃശ്യ ഏവ അധഃ അന്യത് ആർത്തം തദോഹ കഹോലഃ കൗശീതകേയ ഉപരരാമ. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് പഞ്ചമ ബ്രാഹ്മണം കഹോല ബ്രാഹ്മണം ജൽപരൂപ ഉപപത്തി പ്രകരണത്തിൽ ഒരുമിച്ച് പറയാം. ഓർക്കുന്നവർ കൂടെ പറയുക. പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം, ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം ഭുജു ബ്രാഹ്മണം, ചതുർത്ഥ ബ്രാഹ്മണം ഉഷസ്ഥ ബ്രാഹ്മണം, പഞ്ചമ ബ്രാഹ്മണം കഹോല ബ്രാഹ്മണം. 5 ചോദ്യകർത്താക്കൾ വിദ്വത്സഭയിൽ, ജനക മഹാരാജാവിൻ്റെ അധ്യക്ഷതയിലുള്ള വിദ്വത്സഭയിൽ യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ടുള്ള ചോദ്യങ്ങളും
ജൽപരൂപ ഉപപത്തി പ്രകരണത്തിൽ 9 ബ്രാഹ്മണങ്ങളാണ്. ഇതിൽ 5 ബ്രാഹ്മണങ്ങളിലായിക്കൊണ്ട് 5 പേരുടെ ചോദ്യങ്ങൾ, അതിൽ സാമാന്യമായ മന്ത്രവ്യാഖ്യാനം നമ്മൾ കണ്ടു. അതിന് യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശ്വലൻ, ആർത്തഭാഗൻ, ബുജ്ജു ഇവർ 3 പേരും യജ്ഞയാഗാദികളെക്കുറിച്ച്, ചതുർവേദങ്ങളിലുള്ള യജ്ഞയാഗാദികളെക്കുറിച്ചാണ് ചോദിച്ചത്. അതിന് യാജ്ഞവൽക്യ മഹർഷി യജ്ഞത്തിൻ്റെ നിയമവിധികളും അതിൻ്റെ ഫലങ്ങളും പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ യജ്ഞങ്ങളൊക്കെ ചെയ്താലും ശാശ്വതമായ മോക്ഷത്തെ ലഭിക്കുകയില്ല, താൽക്കാലികമായ സ്വർഗ സുഖാദി പ്രാപ്തികളെ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഉഷസ്ഥൻ്റെ ചോദ്യം, അവിടെ മുതലാണ് ജ്ഞാനകാന്ഡം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. എന്താണ് അപരോക്ഷ ബ്രഹ്മമെന്ന് ഉഷസ്ഥൻ ചോദിച്ചു. യാജ്ഞവൽക്യ മഹർഷി അതിൽ പഞ്ചപ്രാണ വിവേകത്തിലൂടെ മറുപടി പറഞ്ഞു. അതായത് 5 തരത്തിൽ ധർമ്മങ്ങളോട് കൂടി ചെയ്യുന്ന വായുരൂപത്തിൽ അല്ലെങ്കിൽ പ്രാണരൂപത്തിൽ ഓരോ ജീവന്റെയും ശരീരത്തിൽ കുടികൊള്ളുന്ന ആ പരമാത്മാവിനെ തന്നെയാണ് ശാസ്ത്രം അപരോക്ഷ ബ്രഹ്മം എന്ന് പറയുന്നത്. ആരിത് തിരിച്ചറിയുന്നു അവർ ജീവൻ മുക്തി, അവർക്കാണ് കൈവല്യമുക്തി എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. അതിനുശേഷം അതേ ചോദ്യം തന്നെ കഹോലൻ ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൗശികി എന്ന പേരായ കഹോലൻ എന്താണ് അപരോക്ഷ ബ്രഹ്മമെന്ന് യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിച്ചു. യാജ്ഞവൽക്യ മഹർഷി അതിന് മറുപടി പറയുന്നു പഞ്ചകോശ വിവേകത്തിലൂടെ. അശനായ പിപാസേ ശോകം മോഹം ജരാ മൃത്യു എന്നുള്ള ഷഡൂർമി വിചാരം, അല്ലെങ്കിൽ അതിനെ പഞ്ചകോശ വിചാരം എന്നാണ് പറയുന്നത്. 5 കോശങ്ങളിൽ അല്ലെങ്കിൽ 3 ശരീരങ്ങളിൽ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോട് കൂടിയ ജീവാത്മാക്കളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ ഒരു ജീവൻ കടന്നു പോകുന്ന ഈ വികാരങ്ങളൊന്നും, ശോകമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, കാമമായിക്കോട്ടെ, ക്രോധമായിക്കോട്ടെ, ജരയായിക്കോട്ടെ, വിശപ്പോ ദാഹോ എന്താണോ നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങൾ അല്ലെ മാറ്റങ്ങളെല്ലാം പരമാത്മാവിനെ ബാധിക്കുകയില്ല. അതിനെ തിരിച്ചറിയൂ എന്ന് അത്യേതി എന്ന വാക്കിൽ പറഞ്ഞു. അത്യേതി എന്ന ത്യാഗം നമ്മളത് കണ്ടിരുന്നു അല്ലേ. അത് കൈവല്യ ഉപനിഷത്ത് അഥർവണ വേദം 3-ാമത്തെ മന്ത്രം. ഇന്നലെ ഞാൻ നമ്പർ പറഞ്ഞില്ല, വേണ്ടവർ എഴുതിക്കോളൂ. അഥർവണ വേദ ഉപനിഷത്താണ് കൈവല്യ ഉപനിഷത്ത്. അതിൽ 3-ാമത്തെ മന്ത്രം ന കർമ്മണാന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു. അത് തന്നെയാണ് പുത്രയേഷണായാച്ച വിത്തയേഷണായാച്ച ലോകയേഷണായാച്ച യുദ്ധായ. ന കർമ്മണ അല്ലേ, കർമ്മം കൊണ്ട് നേടാൻ സാധിക്കുന്ന. ന പ്രജയാ, പുത്രയേഷണ വന്നു. പ്രജ എന്ന് വെച്ചാൽ പുത്രനോ ശിഷ്യരോ അല്ലെങ്കിൽ ബാന്ധവരോ അവരല്ല. ന ധനേന, ധനം കൊണ്ട്. വിത്തയേഷണ വന്നു അവിടെ അല്ലേ, കൊണ്ട് നേടാൻ സാധിക്കുന്നതല്ല. പിന്നെ എങ്ങനെ നേടാൻ സാധിക്കും? ത്യാഗേനൈകേ അമൃതത്വമാണ്. ത്യാഗേന ഏക അല്ലേ, ത്യാഗം. അത് തന്നെയാണ് നമ്മൾ കണ്ട യുദ്ധായ എന്ന വാക്ക്. കൈവല്യ അഥർവണ വേദത്തിൽ മന്ത്രത്തിൻ്റെ പദങ്ങൾക്ക് മാത്രമേ മാറ്റമുള്ളൂ, മന്ത്രത്തിൻ്റെ അർത്ഥത്തിന് മാറ്റമില്ല. അത് തന്നെയാണ് യാജ്ഞവൽക്യ മഹർഷിയും കഖോലനോട് പറയുന്നത്. അവിടെ വരെ നമ്മൾ കണ്ടിരുന്നു. അടുത്ത അധ ഭിക്ഷാചര്യം ചരന്തി യാ ഹി ഏവ പുത്രയേഷണ സാ വിത്തയേഷണ യാ വിത്തയേഷണ സാ ലോകയേഷണ. നമ്മൾ ഇന്നലെ അവസാനിച്ചത് സത്പുത്രനെ കൊണ്ട്. ഇപ്പം പുത്രയേഷണ ഉള്ളവരോട് ശാസ്ത്രം പുത്രയേഷണ, ഏഷണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഏഷണ എന്ന് വെച്ചാൽ അമിതമായ ആഗ്രഹം, അത് കൂടിയേ തീരുള്ളൂ എന്നുള്ള ആ ഒരു അതിഘോരമായ കഠിനമായ ആ ആഗ്രഹത്തെയാണ് ഏഷണ എന്നതുകൊണ്ട്
യാജ്ഞവൽക്യ മഹർഷി കഹോലർക്ക് പറയുന്നത്. അപ്പം ആ ഏഷണ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട, ശാസ്ത്രം പറയുകയാണ് അത് സത്പുത്രന്മാരുടെ ജന്മത്തിലൂടെ, അല്ലെങ്കിൽ സത്പുത്രനെ വാർത്തെടുക്കുക, സത്പുത്രൻ ഉത്പാദനം എന്നുള്ള, അത് നമ്മൾ ഷോഡശ ക്രിയകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഷോഡശ വിചാരമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിലൂടെ ശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ ധർമ്മത്തിലൂടെയുള്ള പുത്രോത്പാദനം അല്ലെ പുത്രി ഉൽപാദനം, അതിനുശേഷം അതിനെ ധർമ്മത്തിലൂടെ വളർത്തിയെടുക്കുക, ലോകഹിതാർത്ഥം പുത്രനെ വാർത്തെടുക്കുകയാണെങ്കിൽ അവർക്ക് ശാസ്ത്രം പറയുകയാണ് എന്താണ്, ഭൂലോക മനുഷ്യപ്രാപ്തി കിട്ടും പുനർജന്മത്തിൽ. അതിവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നില്ല, പക്ഷെ ഭഗവാൻ ആദിശങ്കരാചാര്യ സ്വാമിജി തൻ്റെ ഭാഷ്യത്തിൽ ഈ സന്ദർഭത്തിൽ ഈ മന്ത്രത്തിൽ പറയുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സ്വർഗലോകപ്രാപ്തി, അപ്പം സത്കർമ്മങ്ങൾ ചെയ്ത് ധനം സമ്പാദിക്കുകയാണെങ്കിൽ ആ ധനം സത്കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ അവർക്ക് പുനർജന്മം സ്വർഗലോകമായിരിക്കും ഫലം. അതിനുശേഷം അടുത്തത് ലോക ഏഷ. അപ്പം പുത്രനെ കൊണ്ട് കണ്ടു, വിത്തത്തിനെ കണ്ടു. അടുത്ത ലോക ഏഷണ. അപ്പം നമ്മൾ സത്പുത്രന്മാർക്ക് ജന്മം നൽകി അവർക്ക് ശാസ്ത്രവിധാനം കൊടുത്തു, ശാസ്ത്ര അനുശാസനത്തിലൂടെ അവരെ വളർത്തിയെടുക്കുന്നു, പിന്നെ സത്കർമ്മത്തിലൂടെ ധനം സമ്പാദിക്കുന്നു. അവർ ലോകഹിതാർത്ഥമാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് പുനർജന്മം എന്നത് ബ്രഹ്മലോകപ്രാപ്തിയായിരിക്കും. അതായത് ലോകേഷണയും കളയണ്ട അല്ലേ. പക്ഷെ എങ്ങനെയുള്ള ലോകേഷണയായിരിക്കണം? ധർമ്മത്തിലൂടെയുള്ള ലോകേഷണയാണെങ്കിൽ ശാസ്ത്രം പറയുകയാണ് അവർക്ക് പുനർജന്മം ബ്രഹ്മലോകപ്രാപ്തി, അതായത് സത്യലോകപ്രാപ്തി, അതായത് ക്രമമുക്തി. അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. വേണ്ടവർ എഴുതിക്കോളൂ. ഈ ധർമ്മത്തിലൂടെയുള്ള പുത്രയേഷണ, ധർമ്മത്തിലൂടെയുള്ള വിത്തയേഷണ, ധർമ്മത്തിലൂടെയുള്ള ലോകയേഷണയാണ് ഒരു ജീവൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് പുനർജന്മം ക്രമമുക്തി ആയിരിക്കും. അതായത് അവർ വീണ്ടും വീണ്ടും ജന്മമെടുക്കും, പക്ഷെ അവർക്ക് നല്ല ജന്മമായിരിക്കും കിട്ടുക. അവർക്ക് പതിയെ പതിയെ അനേക പുനർജന്മങ്ങളിലൂടെ അവർ കടന്നുപോയി അവർ ക്രമമുക്തരായി മാറും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് ഈ ഏഷണയെ നമ്മൾ അയ്യോ എനിക്ക് ഏഷണയൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട, ഏഷണകൾ ഉപേക്ഷിക്കേണ്ട, പക്ഷെ ധർമ്മത്തിലൂടെ ഏഷണയെ നിലനിർത്തും എന്ന് പറയുന്നുണ്ട് ഈ സന്ദർഭത്തിൽ. ഇത് ഈശാവാസ്യ ഉപനിഷത്തിൽ ഇതേ കാര്യം ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത് ശുക്ലയജുർവേദം തന്നെ, ശുക്ലയജുർവേദം ഈശാവാസ്യ ഉപനിഷത്ത് മന്ത്രം 9, 10, 11 മന്ത്രത്തിൽ അന്യദേവാഹുർ വിദ്യയാ അന്യദാഹൂര വിദ്യയ. അവിടെ വിദ്യ എന്ന് വെച്ചാൽ ഉപാസന. ലോകത്തിൽ സത്കർമ്മങ്ങളിലൂടെ ധർമാനുഷ്ഠാനങ്ങളിലൂടെ ശാസ്ത്രം വിധിക്കുന്ന പോലെയുള്ള ഉപാസനകൾ ചെയ്യൂ, അവർക്ക് ക്രമമുക്തി ഉണ്ടാകുമെന്ന് ഈശാവാസ്യ ഉപനിഷത്ത്. ഓർക്കുന്നവർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈശാവാസ്യ അല്ല, ഈശാവാസ്യം ആദ്യം പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഓർമ്മയുണ്ടോയെന്ന്. ഈശാവാസ്യം ചൊല്ലുന്നവരുണ്ടല്ലോ, വേദപാരായണത്തിന് പോകുന്നവരൊക്കെ അവിടെ, സതിയമ്മ, ഗൗരിക്കുട്ടിയമ്മ അല്ലേ, ചന്ദ്രമതി അമ്മ, നിങ്ങൾ പഠിച്ചല്ലേ അല്ലേ? അന്യദേവാഹുർ വിദ്യയ അന്യദാഹൂര വിദ്യയ ഇത് ശുശ്രൂമ. ഞാൻ ചൊല്ലുന്നില്ല, നിങ്ങളല്ലേ ചൊല്ലി ആക്കട്ടെ. അത് ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണം വെച്ചാൽ ക്രമമുക്തിക്ക്. പിന്നെ ക്രമമുക്തി പഠിച്ചത് മുക്തികോപനിഷത്തിലാണ്. അവിടെയും ക്രമമുക്തിയെക്കുറിച്ച് ഭഗവാൻ രാമചന്ദ്ര പ്രഭു ഹനുമാൻ സ്വാമിജിക്ക് ഉപദേശിക്കുന്നുണ്ട്. സദ്യോമുക്തി, ക്രമമുക്തി, 10 ഉപനിഷത്തുകളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ട്
അല്ലേ, മാണ്ഡൂക്യമേകമേവാവലംബം മുമുക്ഷൂണ വിമുക്തയെ ഇത്യാദി മന്ത്രങ്ങൾക്ക് ശേഷം ഇതൊന്നും പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് ഒരുവന് ഫലം എന്ന് ഹനുമാൻ സ്വാമിജി ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അവർ ധർമ്മത്തിലൂടെ ജീവിക്കൂ, സത്യത്തിലൂടെ ജീവിക്കൂ, അവർ ഉപാസനകൾ, ശാസ്ത്ര അനുശാസനത്തിലൂടെയുള്ള ഉപാസനകളിലൂടെ പോകൂ, അവർക്ക് ക്രമമുക്തി, സാരൂപ്യ, അല്ലേ, പേരുകൾ ഓർമ്മയുണ്ടോ? സാരൂപ്യ, സാലോക്യ, സാമീപ്യ ഇത്യാദി ക്രമമുക്തിയെക്കുറിച്ച് അത് ഇവിടെ നമ്മൾ ഓർക്കുന്നു എന്ന് മാത്രം. നമുക്ക് മടങ്ങി വരാം കഹോല ബ്രാഹ്മണത്തിലേക്ക്. അധ ഭിക്ഷാചര്യം, വേറൊരു പാഠഭേദമുണ്ട്, ഭൈഷചര്യം എന്നുണ്ട്. കാണ്മശാഖയിൽ അത് പൊതുവേ ഇല്ല, പക്ഷെ മാധ്യന്തിന ശാഖയിലുള്ള പുസ്തകങ്ങളിൽ, മാധ്യന്തിന ശാഖയുടെ പുസ്തകം ഇപ്പോഴില്ല, പക്ഷെ അത് അവലംബമായി വ്യാഖ്യാനം ചെയ്ത പുസ്തകങ്ങളിൽ ഭൈക്ഷചര്യം എന്നുണ്ട്. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. അധ ഭിക്ഷാചര്യം ചരന്തി യാ ഹി ഏവ പുത്രയേഷണ സാ വിത്തയേഷണ യാ വിത്തയേഷണ സാ ലോകയേഷണ. ഭിക്ഷാചര്യം ചെയ്തുകൊണ്ട്, ആരെന്ന് വെച്ചാൽ കഹോലരോട് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ഇതൊന്നും ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലേ, ഉപേക്ഷിക്കണം, വ്യുത്ഥാനം, ത്യാഗം എന്ന് പറഞ്ഞു. അപ്പം കഹോലരാടായിക്കൊണ്ട്, അല്ലെ നമ്മളോട് എല്ലാവരോടും ആയിക്കൊണ്ട് പറയുകയാണ്, ഈ ഏഷണകളെ ഉപേക്ഷിക്കുക എന്നത് പ്രയാസമാണ്. അപ്പം അവർക്ക് വേണ്ടി പറയുകയാണ്, ഭിക്ഷാചര്യം, ഭിക്ഷ എടുത്ത് ജീവിക്കുക, അതാണ് ഭിക്ഷാചര്യം എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്. സാധാരണ എന്താണ് ഭിക്ഷ എടുക്കുക എന്ന് വെച്ചാൽ സന്യാസ വിധിയാണ് ഇവിടെ പറയുന്നത്. നമ്മളിത് പഠിച്ചിട്ടുണ്ട് സന്യാസ വിചാരത്തിൽ. എവിടെയെന്ന് വെച്ചാൽ 2.4 രണ്ടാമത്തെ അധ്യായം 4-ാം ബ്രാഹ്മണം, മൈത്രേയി ബ്രാഹ്മണത്തിൽ സന്യാസത്തോടുകൂടി നീ ശ്രവിക്കണം മൈത്രേയി എന്ന് യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയോടായി പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഭിക്ഷാചര്യം എന്ന വാക്ക് സന്യാസത്തിൻ്റെ പര്യായമായിക്കൊണ്ട്, സന്യാസം എന്ന് വെച്ചാൽ ആരും വിചാരിക്കരുത് ഈ ദേരു കപ്പട ഇട്ട് നടക്കലല്ല സന്യാസം, അല്ലേ, നമുക്കതറിയാം. സന്യാസം, അല്ലേ, ഒരുമിച്ച് പറയാം. സന്യാസം എന്ന വാക്കിൻ്റെ നിരുക്തം കാമ്യാന കർമ്മണ ന്യാസഃ, അല്ലേ, കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ്. അത് ബ്രഹ്മചാരിയാണെങ്കിലും ഗൃഹസ്ഥനാണെങ്കിലും വാനപ്രസ്ഥയാണെങ്കിലും സന്യാസിയാണെങ്കിലും സന്യാസി തന്നെയാണ്. എങ്ങനെ അവർ സന്യാസിയാകും? ഭിക്ഷ എടുത്താൽ. ഭിക്ഷ എടുക്കുക എന്ന് വെച്ചാൽ കാമ്യകർമ്മങ്ങളോടുള്ള താതാത്മ്യത്തെ ഉപേക്ഷിച്ചാൽ, ഇല്ല, അതാണ് ഇവിടെ ഭിക്ഷാചര്യം എന്നതുകൊണ്ട്. ഭഗവത്ഗീത 18-ാം അധ്യായം, അല്ലേ, അവിടെ നമ്മൾ പഠിച്ചു. 18-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം, 18-ാധ്യായം 2-ാം ശ്ലോകം, 18.2 ഭഗവത്ഗീത. അവിടെ സന്യാസം, ആ സന്യാസ വിചാരത്തിലും ഭഗവാൻ ശങ്കരാചാര്യസ്വാമി തൻ്റെ ഗീതാഭാഷ്യത്തിലും ഭിക്ഷാചര്യം എന്ന് പറയുന്നുണ്ട്. എന്താണ് സന്യാസമെന്ന് അർജുനനോട് ഭഗവാൻ ഉപദേശിക്കുമ്പോൾ സന്യാസത്തിന് പര്യായമായി ഭിക്ഷാചര്യം എന്നും പറയുന്നുണ്ട്. അതായത് ഭിക്ഷ എടുത്ത് ജീവിക്കുക എന്ന് വെച്ചാൽ എന്താണ്? അധികമായി ഒന്നിനോടും കളക്ട് ചെയ്ത് നമ്മളിങ്ങനെ വെക്കുകയാണ്, എനിക്ക് ഇന്നത് വേണം, ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലത. ഭിക്ഷ എടുത്ത് ജീവിക്കുക എന്ന് വെച്ചാൽ അത്രയേ ഉള്ള അർത്ഥം, അല്ലേ, ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകളില്ലാണ്ട് ജീവിക്കുക, അവരൊക്കെ ഭിക്ഷാചര്യകളാണ്, അല്ലേ. കാരണം നമ്മൾ എന്തൊക്കെയാണ്, ഒന്നെങ്കിൽ ധനം, അല്ലെങ്കിൽ വിത്തം, അല്ലെങ്കിൽ ധാന്യങ്ങൾ, അല്ലേ, ഇതൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. കാരണം എന്തിനാണ്? വസ്ത്രം ഇത്യാദികൾ എനിക്ക് ഭാവിക്ക് ആവശ്യമാണ്. അപ്പം എന്താണ്? ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലത ഉള്ളപ്പോഴാണ് നമ്മൾ ഇവ സമ്പാദിച്ചു വെക്കൽ. അത് വേണ്ട എന്ന് യാജ്ഞവൽക്യ മഹർഷി കഹോലർക്ക് പറയുകയാണ്. എന്തിനു വേണ്ടി വ്യാകുലത വേണ്ട?
നാളത്തെ കാര്യം അറിയില്ല എന്നതുകൊണ്ട്. ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമുക്ക് ഇതൊക്കെ കോമൺ സെൻസ് കൊണ്ട് അറിയാവുന്നതാണ്. ഭിക്ഷാചര്യം ചരന്തി, ഭിക്ഷ എടുത്ത് ജീവിക്കും. അതിന് ഭിക്ഷ എന്ന വാക്കിന് നമ്മൾ ഒരർത്ഥം കണ്ടു, ഒന്ന് സന്യാസം. ഇനി രണ്ടാമത്തെ അർത്ഥം എഴുതിക്കോളൂ. ഭിക്ഷാചര്യം എന്ന വാക്കിന് സാധനാവിചാരം, സാധനാവിചാരം ആണ് ഭിക്ഷാചര്യം എന്ന വാക്കിന് രണ്ടാമത്തെ അർത്ഥം, ഈ സന്ദർഭത്തിലെ രണ്ടാമത്തെ അർത്ഥം. അതായത് സാധനകളിലൂടെ, എന്ത് സാധന? നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന നിത്യ സാധനകൾ, ഉപാസനകൾ, അല്ലെങ്കിൽ ജപം, ധ്യാനം ഇത്യാദികൾ. അതായത് നിഷ്കാമ ഉപാസന. സാധനാ വിചാരം എന്ന് വെച്ചാൽ നിഷ്കാമമായി നമ്മൾ ചെയ്യുന്ന സർവ്വതും സാധനകളാണ്. ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഭഗവാൻ എന്ത് ഫലമാണോ എനിക്ക് നൽകുന്നത് അത് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഐ എം നോട്ട് ചൂസി എന്നുള്ള അർത്ഥമാണ് അവിടെ. എന്താണോ എനിക്ക് ഫലം നൽകുന്നത് ആ ഫലത്തെ സ്വീകരിക്കുന്നു. അതാണ് നിഷ്കാമ സാധന അല്ലെങ്കിൽ ഉപാസന. അതാണ് ഭിക്ഷാചര്യം എന്ന വാക്കിന്. അപ്പം ഈ ഏഷണകളൊന്നും ത്യാഗം ചെയ്യാൻ സാധിക്കുന്നില്ല. ത്യാഗം ചെയ്യണ്ട, എന്ത് ചെയ്യുക? സാധനകളിലൂടെ, നിഷ്കാമ സാധനകളിലൂടെ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകളില്ലാണ്ട് ജീവിച്ചാൽ ഈ ഏഷണകളൊക്കെ നമ്മളെ വിട്ടു പോകും. കഹോലരെ, ശ്രദ്ധിക്കണേ. ഏഷണ എങ്ങനെ ത്യാഗം ചെയ്യാന്നാണ് അടുത്ത ഇപ്പം പറയുന്ന മന്ത്രങ്ങളിൽ, മന്ത്രഭാഗത്ത് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. ചരന്തി, ചരന്തി എന്ന വാക്കിന് ചരിക്ക വേണം എന്നാണ് സാധാരണ അർത്ഥം. ഇവിടെ ചരന്തി എന്ന വാക്കിന് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്ന അർത്ഥം നിത്യ അനുഷ്ഠാനം എന്നാണ്. എന്നും ചെയ്യണം, നമ്മളെ കൊണ്ട് സാധിക്കുന്ന സാധന നിത്യം നിഷ്ഠയോടുകൂടി തുടര വേണം എന്ന് യാജ്ഞവൽക്യ മഹർഷി ചരന്തി എന്ന വാക്കുകൊണ്ട് പറയുകയാണ്. അപ്പോഴെന്താണ് ഫലം? ഈ ഏഷണകൾ ഏതൊക്കെ? പുത്രയേഷണ, സവിത്തയേഷണ, യാ വിത്തയേഷണ, ലോകയേഷണ, ഇവയെല്ലാം എന്താണ്? ഈ ഏഷണകളൊക്കെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. എളുപ്പമല്ല, ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ 10 വർഷം കൊണ്ടോ ആകണമെന്നില്ല. പക്ഷെ കാലക്രമത്തിൽ ഈ ഏഷണകൾ ഒരു സാധകന് തന്നിൽ നിന്നും ഇല്ലാണ്ടാക്കുവാൻ സാധിക്കും. അതിനുശേഷം അടുത്തതിലേക്ക് വരാം അല്ലേ? ഇവിടെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാം. ഒന്നെങ്കിൽ 3 ഏഷണകളെയും ത്യാഗം ചെയ്യുവാൻ പറഞ്ഞു. ത്യാഗം ചെയ്യാൻ സാധിക്കുന്നില്ല, ധർമ്മത്തിലൂടെ ചെയ്യാൻ പറഞ്ഞു ഈ ഏഷണകൾ. ഇനി അതും സാധിക്കുന്നില്ലെങ്കിൽ അടുത്തത് പറയുകയാണ് ഭിക്ഷാചര്യം ചെയ്യും. അപ്പോൾ ഈ ഏഷണകൾ വിട്ടുപോകും. ഭിക്ഷാചര്യം നമ്മൾ കണ്ടു ആ വാക്കിൻ്റെ അർത്ഥം. അടുത്തതിലേക്ക് പോകാം. ഉബേഹി ഏതേ ഏഷണേ ഏവ ഭവതഃ. ഈ ഉഭയ എന്ന് വെച്ചാൽ രണ്ടെന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഏഷണാത്രയ, ഈ ഏഷണകളെല്ലാം എന്താണ്? ഏഷണ സാധനയ്ക്ക് വിഘ്നമായിട്ടുള്ളവയാണ്. അതാണ് ഉബേഹി ഏതേ ഏഷണേ ഏവ ഭവതഃ. അല്ലെങ്കിൽ മോക്ഷത്തിന് വിഘ്നമാണ് ഈ ഏഷണകളെല്ലാം. അതാണ് യാജ്ഞവൽക്യ മഹർഷി അടുത്തതായി പറയുന്നത്. അപ്പം എനിക്ക് ജീവൻ മുക്തിയും വേണം ഒരു ഭാഗത്ത്, പക്ഷെ മറ്റൊന്നും ഉപേക്ഷിക്കുവാനും ഞാൻ തയ്യാറല്ല. അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടവ എന്തിലൂടെയൊക്കെയാണോ എനിക്ക് ജീവൻ മുക്തി വേണ്ടത് അതൊന്നും ഞാൻ ചെയ്യാൻ തയ്യാറല്ല. പക്ഷെ എനിക്ക് മോക്ഷം വേണം. ഇപ്പം നമുക്ക് പരീക്ഷയ്ക്ക് 100 മാർക്ക് വേണം, പക്ഷെ ഞാൻ പഠിക്കാൻ തയ്യാറല്ല. അത്രയേ ഉള്ളൂ, അത്ര കാര്യം ഇവിടെ പറയുന്നുള്ളൂ അല്ലേ? അപ്പം എന്തായിരിക്കും ഫലം? എന്തായാലും ഒരു പരീക്ഷയിൽ പരാജയപ്പെടും. അതുപോലെ തന്നെ എനിക്ക് ജീവൻ മുക്തി എന്ന ഫലം വേണമെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഭിക്ഷാചര്യം ചെയ്യണം, അല്ലെങ്കിൽ ത്യാഗം അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ സാധനകളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിഷ്കാമമായി തുടര വേണം. ഇല്ലെങ്കിൽ ഏഷണകൾ എന്നത് ഒരു കാലത്തും വിട്ടുപോകില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ചെയ്താൽ
അതായത് യാജ്ഞവൽക്യ മഹർഷി പറയുന്ന ഈ സാധനകളിലൂടെ ഒരു സാധകൻ കടന്നുപോയാൽ അവർക്ക് എന്ത് ഫലമാണ് കഹോലരെ എന്ന് പറയുകയാണ്. തസ്മാത് ബ്രാഹ്മണ, ഈ ബ്രാഹ്മണർക്ക്, ബ്രാഹ്മണർ എന്നാൽ നമ്മൾ തൊട്ട് മുമ്പും കണ്ടിരുന്നു, ബ്രാഹ്മണർ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ അപരോക്ഷമായി പരമാത്മാവിനെ എല്ലായിടത്തും കാണാൻ ശ്രമിക്കുന്നവർ, അല്ലേ? ധ്വംസ അവിവേക ഇതി ബ്രാഹ്മണ എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടിരുന്നു. അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർ, അല്ലെങ്കിൽ ഭിക്ഷ എടുക്കുന്നവർ, ഈ ഏഷണകളെ ഉപേക്ഷിക്കാൻ തയ്യാർ, ഇവരെല്ലാം ബ്രാഹ്മണരാണ്. യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറഞ്ഞ ഈ സാധനകളൊക്കെ നിഷ്കാമമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരെയാണ് യാജ്ഞവൽക്യ മഹർഷി ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. ആ ബ്രാഹ്മണർ എന്താണ്? ഏഷണകളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഫലം? പാണ്ഡിത്യം നിർവിദ്യ, പാണ്ഡിത്യം നിർവിദ്യ, അവര് പാണ്ഡിത്യത്തെ നേടിയെടുക്കും. ഇവിടെ പാണ്ഡിത്യം എന്ന വാക്കിൻ്റെ അർത്ഥം അപരോക്ഷ ബ്രഹ്മജ്ഞാനം എന്നാണ് ഈ സന്ദർഭത്തിൽ പാണ്ഡിത്യം എന്ന വാക്കിൻ്റെ അർത്ഥം. അവരാരായി മാറും? ഒന്നാമത്തെ, ഇവരുടെ യാജ്ഞവൽക്യ മഹർഷി ഇവരെ പുകഴ്ത്തുകയാണ്. അതായത് ആരാണോ ഏഷണകളെ ഉപേക്ഷിക്കുന്നത്, ആരാണോ നിഷ്കാമ ഉപാസനയിലൂടെ സാധനയിലൂടെ മുന്നോട്ട് പോകുന്നത്, അവർ ഞാൻ വിളിക്കുകയാണ് കഹോലരെ. ഒന്നാമത്തെ പേരാണ് ബ്രാഹ്മണൻ, രണ്ടാമത്തെ പേരാണ് പണ്ഡിതൻ. അവരാരായി മാറും? പണ്ഡിതരായി മാറും, അല്ലേ? ഇത് തന്നെയാണ് ഭഗവാൻ ഗീത തുടങ്ങുമ്പോഴും അർജുനനോട് പറയുന്നത്. ഭഗവത്ഗീത 2-ാം അധ്യായം 11-ാമത്തെ ശ്ലോകം, അല്ലേ? അചോഷ്യാനന്യചോജസ്സും പ്രജ്ഞാവാദാം ച ഭാഷസേ ഗധാസൂന അഗധാസൂന ന അനുശോചന്തി പണ്ഡിതാഹ. പണ്ഡിതന്മാർ അനുശോചന്തി, അത് തന്നെ പണ്ഡിതാഹ. അവിടെയും ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പണ്ഡിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ്, അപരോക്ഷ ബ്രഹ്മജ്ഞാനവാൻ. അത് തന്നെ ഇവിടെയും എഴുതിക്കോള്. വേണ്ട ഒരു റെഫറൻസിന് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 11-ാമത്തെ ശ്ലോകം. അതായത് ഭഗവാൻ അർജുനനോട് സംസാരിക്കാൻ തുടങ്ങുന്നത്, അല്ലേ? 10 ശ്ലോകം വരെ അർജുനനല്ലേ മിണ്ടുന്നത്, 11-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാനുവാച വരുന്നത്. അത് തന്നെ തസ്മാത് ബ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ, അവർ നിർവിദ്യ, നിർവിദ്യ എന്ന് വെച്ചാൽ സമ്പാദിക്കുക, ടു അറ്റൈൻ എന്നുള്ള അർത്ഥമാണ്. എന്തിനെ അവർ സമ്പാദിക്കും? പാണ്ഡിത്യത്തെ അവർ നേടിയെടുക്കും. എന്ത് പാണ്ഡിത്യത്തെ? അപരോക്ഷ ബ്രഹ്മജ്ഞാനത്തെ, ജീവൻ മുക്തി. അത് തന്നെ പണ്ഡിതനെന്നോ ബ്രാഹ്മണനെന്നോ എന്നൊക്കെ യാജ്ഞവൽക്യ മഹർഷി വിളിക്കുന്നത് ജീവൻ മുക്തനെയാണ്, അല്ലേ? മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തസ്മാത് ബ്രാഹ്മണ പാണ്ഡിത്യം, ഇവര് ഏത്? ഏഷണകളെ ഉപേക്ഷിക്കുന്ന ഈ സാധകർ, അല്ലേ? ഭിക്ഷയോടുകൂടി ജീവിക്കുന്ന ഇവർ ആരായി മാറും? അവർ ബ്രാഹ്മണരായി മാറും, അവർ പണ്ഡിതന്മാരായി മാറും. എങ്ങനെ ഇവർ പണ്ഡിതരായി മാറും? നിർവിദ്യ, ഈ പാണ്ഡിത്യത്തെ നേടിയെടുത്തുകൊണ്ട് പണ്ഡിതരായി മാറും, അല്ലെങ്കിൽ പാണ്ഡിത്യത്തെ നേടിയെടുത്തുകൊണ്ട് ബ്രാഹ്മണരായി മാറും. എന്ത് പാണ്ഡിത്യത്തെ? പരമാത്മാവ് സർവവ്യാപിയാണ് എന്നുള്ള പാണ്ഡിത്യത്തെ. അതാണ് അപരോക്ഷ ബ്രഹ്മജ്ഞാനത്തെ നേടിയെടുത്തുകൊണ്ട് അവർ പണ്ഡിതരായി മാറി. എന്നിട്ട് എന്താണ് അവർ ചെയ്യുക? ബാല്യേന തിഷ്ഠാസ്തേത്, അവർ ബാലരെ പോലെ ഇരിക്കുമെന്ന് പറയുകയാണ്. ഇവിടെ ബാല്യേന എന്ന വാക്കിൻ്റെ അർത്ഥം ബലേന എന്നാണ്. നമ്മൾ പറയുന്ന ബാല്യം, കൗമാരം, യൗവനം എന്നുള്ള അർത്ഥമല്ല. ഇവിടെ ബാല്യം എന്ന വാക്കിൻ്റെ അർത്ഥം ബലം എന്നാണ്. മൃഡാനന്ദ സ്വാമിയുടെ പുസ്തകത്തിലും വ്യാഖ്യാനം അതുതന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ബലം. എന്ത് ബലം? ബലം എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, സാധന ചതുഷ്ടയ, എന്താ പറഞ്ഞു? അങ്ങനെയും പറയാം.
സാധന ചതുഷ്ടയ സമ്പത്തി ബലം എന്നും പറയും. അത് തന്നെയാണല്ലോ ആത്മബലം. വെരി ഗുഡ്. അതിനെ സമ്പാദിച്ചുകൊണ്ട് അവരിയ്ക്കും. ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ. ഇവർ ഈ ബാല്യത്തെയും, അതായത് ഈ ബലത്തെയും, സാധന ചതുഷ്ടയ സമ്പത്തിയാകുന്ന ബലത്തെയും, സാധന ചതുഷ്ടയ സമ്പത്തി ബലം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. വിവേകം എന്നത് 100%, വൈരാഗ്യം എന്നത് 100%, പൂർണ്ണമായ അധികാരം അല്ലേ. നമുക്കിതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സന്ദർഭം വരുമ്പോൾ നമ്മുടെ വൈരാഗ്യം ചോർന്നു പോകും. ഏറ്റവും കൂടുതൽ ചോരുന്നത് ക്ഷമതമാതി തിതിക്ഷയാണ് അല്ലേ. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ അളവുകളുടെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഈ പണ്ഡിതനെ സംബന്ധിച്ച് അവർക്ക് എന്തായിരിക്കും, ഇത് എപ്പോഴും തുല്യമായിരിക്കും. അതിനെ അവർ സമ്പാദിച്ചിട്ട് ബാല്യം ച പാണ്ഡിത്യം ച, ഈ ബലത്തെയും ഈ പാണ്ഡിത്യത്തെയും അറിവിനെയും ബ്രഹ്മജ്ഞാനത്തെയും അവർ സമ്പാദിച്ചിട്ട്, പാണ്ഡിത്യം ച നിർവിദ്യ, അതിനെ സമ്പാദിച്ചതിന് ശേഷം അവരാരായി മാറും. ഇനി അവർക്കുള്ള അടുത്ത പ്രശംസയാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു, അതെന്ന് വെച്ചാൽ ദെയർ ആഫ്റ്റർ, അതിന് ശേഷം. ഏതിനു ശേഷം? അവർ പാണ്ഡിത്യവും സാധന ചതുഷ്ട സമ്പത്തിയൊക്കെ മുഴുവനായും സമ്പാദിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ബലം, പാണ്ഡിത്യം, ബ്രാഹ്മണ ഇത്യാദി പ്രശംസയൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ സമ്പാദിച്ചതിന് ശേഷം അവരാരായി മാറും? മുനി. അടുത്ത വിശേഷണം പറയുകയാണ്, മുനികളായി മാറും അല്ലേ. അതുകൊണ്ട് മുനികാണ്ഡം അല്ലേ, നമ്മൾ പഠിക്കുന്ന ദ്വിതീയ കാണ്ഡം മുനികാണ്ഡമാണല്ലോ. എന്തുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി മുനികാണ്ഡം എന്നിട്ടും? ഇതാണ് കാരണം, മുനികാണ്ഡം അല്ലേ. അഥവാ യാജ്ഞവൽക്യ കാണ്ഡം എന്നല്ലേ രണ്ടാമത്തെ കാണ്ഡത്തിൻ്റെ പേര്. ഇവിടെ മുനി, യാജ്ഞവൽക്യ മഹർഷി തന്നെ പറയുകയാണ്, അവർ മുനികളായി മാറും. അപ്പോൾ ഈ കാണ്ഡത്തിന് മുനികാണ്ഡം എന്ന് പേരിടാൻ കാരണം, നമ്മളും ഇതുപോലെ നമ്മളാൽ കഴിയും വിധം നിഷ്കാമമായ ഉപാസനകളിലൂടെ, നിഷ്ഠയോടെയുള്ള സാധനയിലൂടെ, ധർമാചരണത്തിലൂടെ മുന്നോട്ട് പോയാൽ മുനിയായി മാറാൻ ആർക്കും സാധിക്കും. അവിടെ സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ല, അവർ മുനികളായി മാറും. മുനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സദാ മനനശീലവാൻ എന്നാണ്. സദാ എന്ന് വെച്ചാൽ നിത്യം, നിരന്തരം, കണ്ടിന്യൂസ് എന്നുള്ള അർത്ഥമാണ്. മനനശീലവാൻ, പരമാത്മാവിനെ തന്നെ നിത്യം ചിന്തിക്കുക. അല്ലെ ശാസ്ത്രം നമ്മൾ പഠിച്ച മന്ത്രഭാഗങ്ങൾ, അല്ലെങ്കിൽ എന്താണോ എനിക്ക് ബ്രഹ്മവിചാരത്തെ നൽകുന്ന കാര്യങ്ങൾ, വിചാരങ്ങൾ, അതൊക്കെ എപ്പോഴും സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളെയാണ് മുനി എന്ന് വിളിക്കുന്നത്. അവർ മുനികളായി മാറും. അവർ ചിലപ്പോൾ എന്തായിരിക്കും, ബാല്യം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ വേണ്ടവർ. ബലസ്യ ഭാവം ഇതി ബാല്യം. ബലസ്യ ഭാവം ഇതി ബാല്യം. ബലസ്യ ഭാവം ഇതി ബാല്യം, ഒന്നാമത്തെ അർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം എഴുതിക്കോളൂ, ദൃഢീകരണ ജ്ഞാനം ഇതി ബാല്യം. ദൃഢീകരണ, ഫേം ഡിറ്റർമിനേഷൻ, ദൃഢീകരണ ജ്ഞാനം, ഫേം നോളജ്, അത് ഉറപ്പാണ്. എനിക്ക് പരമാത്മാവ് സർവ്വവ്യാപിയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ പശുവിൻ്റെ കൂടെ ഇല്ല, നായയുടെ കൂടെ ഇല്ല ഈശ്വരൻ അല്ലേ, എന്നെ ചീത്ത വിളിച്ച ആളുടെ കൂടെ ഇല്ല ഈശ്വരൻ, ഇത്യാദി ഭാവങ്ങളൊന്നുമില്ല. അതാണ് ദൃഢീകരണജ്ഞാനം ഇതി ബാല്യം. അവർ പിന്നെ എന്താണ്, അവർ ബാല്യരായി മാറും. അവർ കൊച്ചുകുട്ടിയെ പോലെ ആയിരിക്കും അല്ലേ. നമ്മൾ മഹാത്മാക്കളുടെയൊക്കെ ചരിത്രങ്ങൾ കണ്ടിട്ടില്ലേ, അവർ എത്ര പാണ്ഡിത്യമുണ്ട്, വലിയ ഗുരു പരമ്പരയുടെ കണ്ണികളാണ് അവർ, അല്ലെങ്കിൽ ജീവൻ മുക്തരാണെ പോലും
അവർ കുട്ടികളെ പോലെ പെരുമാറുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മിഠായിക്ക് വേണ്ടി കരയും അല്ലേ, അല്ലെങ്കിൽ സാധാരണ വ്യവഹാരത്തിൽ അവർ ഏർപ്പെട്ട് കുട്ടിയെപ്പോലെ ജീവിക്കുന്നത്. പല കഥകൾ, ഞാൻ കഥയിലേക്കൊന്നും പോകുന്നില്ല. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ മുക്തികോപനിഷത്ത് പഠിച്ചപ്പോൾ നമ്മൾ ഒരുപാട് കഥ പറയുമായിരുന്നു, ഇപ്പം എന്താ പറയാത്തതെന്ന്. സമയമില്ലാത്തതുകൊണ്ട്. ഒന്നാമത് 45 മിനിറ്റേ ക്ലാസ്സുള്ളൂ. ബൃഹദാരണ്യം തീരണ ഇനി ഇപ്പം നമ്മൾ 1 വർഷമായി തുടങ്ങിയിട്ട്, ഇനി 1 വർഷവും കൂടെ വേണം. 3 അധ്യായം ആയുള്ളൂ, ഇനി 3 അധ്യായം കൂടെ പഠിക്കാൻ. അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് കഥ പറയാത്തത്. അല്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. ബൃഹദാരണ്യം പഠിക്കാൻ നമ്മൾ തമാശയ്ക്കല്ല, സീരിയസ് ആയിട്ടുള്ള പഠനമാണ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യവും ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ സാന്ദർഭികമായ അവസരം കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പം ബാല്യം എന്നതുകൊണ്ട് ഒന്നാമത്തെ അർത്ഥം ബലസ്യഭാവം. അവർ ബലഭാവത്തോടു കൂടിയായിരിക്കും ഇരിക്കുന്നത്. അതായത് എന്ത് പ്രതിസന്ധി വന്നോട്ടെ, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവർ ഞാൻ തിരഞ്ഞെടുത്ത പാതയോ ഞാൻ ഇനി മുന്നോട്ട് സഞ്ചരിക്കേണ്ട പാതയോ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി ഒരു മടക്ക് ഇല്ല. അതാണ് ബലസ്യഭാവം എന്ന് പറയുന്നത്. പിന്നെ ചീത്ത വിളിക്കാൻ ഒരുപാട് പേരുണ്ടാകും, കല്ലെറിയാൻ ഒരുപാട് പേര്. ഇപ്പം ഹരിയോം പറയുന്നവർ അല്ലെങ്കിൽ എന്താണോ അഭിസംബോധന ചെയ്യുന്നത് അവർ നാളെ നമ്മളെ ചീത്ത വിളിക്കും, ഒരുപാട് ചീത്ത വിളിക്കും. പക്ഷെ ഞാൻ ചെയ്തത് സത്യമാണ്, മുന്നോട്ട് പോകുക ആ ഭാവത്തോട്. ചീത്ത കേൾക്കണം. നമ്മൾ അച്ഛനെ ചീത്ത വിളിക്കും, അമ്മയെ ചീത്ത വിളിക്കും, നിങ്ങൾക്ക് ഭ്രാന്താന്ന് പറയും, എന്തെല്ലാം പറയുക, എങ്കിലും ഞാനത് ഈശ്വര സാക്ഷിയായി, ഒരു പരമ്പര സാക്ഷിയായി മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അവർ ബലം. പക്ഷെ നമ്മൾ വീണു പോകും, വീണ്ടും എഴുന്നേൽക്കുക, ആ ഭാവം, അതാണ് ബലസ്യഭാവം. അതായത് നമ്മൾ പഠിച്ച ഏത് മന്ത്രമെന്ന് എനിക്ക് ഓർമ്മയില്ല, മന്ത്രത്തിൻ്റെ ഒരു ഭാഗം ഉണ്ട്. മുമുക്ഷുത്വത്തിൻ്റെ ഡെഫിനിഷനും അത് തന്നെയാണ്. മോക്ഷോമേ ഭൂയാതിഥി ഇച്ഛ. എനിക്ക് മോക്ഷം എന്തായാലും വേണം. വരസ്തുമേ വരണീയസ്. എനിക്ക് ഈ വരം അല്ലാതെ വേറൊരു വരവും വേണ്ട. ആ ഭാവമാണ് ബലസ്യഭാവം. എനിക്ക് അത് തരാ ഇത് തരാ എന്ന് പ്രലോഭനങ്ങൾ വന്നാലും അതിൽ വീണു പോകാതെ മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണെങ്കിൽ ഞാൻ ആരാണ്? ബാല്യനാണ്, അല്ലെ ബാലനാണ്. ബാല്യനല്ല, ക്ഷമിക്കുക, ബാലനാണ് ഞാൻ. ദൃഢീകരണജ്ഞാനം. ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു എനിക്ക് മോക്ഷം മതി. ആ ജ്ഞാനത്തിൽ ഞാൻ തുടരുവാൻ തയ്യാറാണെങ്കിൽ ആരാണ് ഞാൻ? ബാലനാണ്. അവരെയാണ് ഇവിടെ ബാല്യം. ബലസ്യഭാവം ദൃഢീകരണജ്ഞാനം ഇതി ബാല്യം. ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ. പാണ്ഡിത്യം, പണ്ഡിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേണ്ടവർ എഴുതിക്കോളൂ. പണ്ഡാ അസ്യ യസ്യ സഹ ഇതി പണ്ഡിതഃ. പല സന്ദർഭങ്ങളും പഠിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് പണ്ടേ ഉണ്ടായിരിക്കും. പണ്ടെന്ന് വെച്ചാൽ ജ്ഞാനബലം. പണ്ഡാ അസ്യ യസ്യ സഹ ഇതി പണ്ഡിതാഃ. പാണ്ഡിത്യം ച നിർവിദ്യ, അതിനെ സമ്പാദിച്ചിട്ട്. ഇവിടെ സമ്പാദിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥം എന്താ? എൻ്റെ അടുത്ത് ധാരാളമുണ്ട്. സമ്പാദ്യം എന്നാൽ എന്താണ്? നമ്മൾ 1 റുപ്യ 10 റുപ്യ അല്ലെ 10,000 റുപ്യ അതല്ല സമ്പാദ്യം. സാധാരണ സമ്പാദ്യം എന്നാൽ എന്താണ്? നമുക്കതൊരു എമൗണ്ട് കാണും, അതല്ലേ നമ്മൾ സമ്പാദ്യം എന്ന് പറയുക. അല്ലെ എൻ്റെ അടുത്ത് 10 റുപ്യ ഉണ്ട്, നമ്മളത് ആരും പറയാറില്ല എനിക്ക് 10 റുപ്യയുടെ സമ്പാദ്യമാണുള്ളത്. എനിക്ക് സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ചിലപ്പോൾ ഒരുപാട് ധനം, അല്ലെ ധാന്യങ്ങൾ, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി, ഇല്ല, ഇതിനെയൊക്കെയല്ല നമ്മൾ സമ്പാദ്യം എന്ന് പറയുക. ഇപ്പോൾ സമ്പാദ്യം ഇവിടെയും നിർവിദ്യ എന്ന വാക്കിൻ്റെ അർത്ഥം സമ്പാദിക്കുക, ടു അറ്റെയിൻ, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഐ ഹാവ് പ്ലെൻറ്റി ഓഫ് അറ്റൈൻമെൻറ്റ്സ്. എനിക്ക് ധാരാളമുണ്ട് എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം. അപ്പോൾ എങ്കിലേ എനിക്കൊരാവശ്യം വരുമ്പോൾ, ഇപ്പോൾ 10 ലക്ഷം റുപ്യ സമ്പാദ്യമല്ല, എനിക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ എങ്ങനെ അത് ചിലവാക്കും, അല്ലേ?
അതായത് ധാരാളം ഉണ്ടായിരിക്കണം. അതാണ് സമ്പാദിച്ചിട്ട് നിർവിദ്യ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് കൊടുക്കാനുണ്ടായിരിക്കണം. അതാണ് പ്ലെൻറ്റി എന്ന് നമ്മൾ ധാരാളം ഉണ്ടാകണം. നിർവിദ്യ അങ്ങനെയുള്ളവരെയാണ് മുനി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ സാധന ചതുഷ്ടയ സമ്പത്തി നിർവിദ്യ, അതിനെ ധാരാളം അല്ലേ. എൻ്റെ അടുത്ത് ഒരുപാട് ക്ഷമയുണ്ട്, ഒരുപാട് ധമയുണ്ട്, ഒരുപാട് വൈരാഗ്യമുണ്ട്, ഒരുപാട് തിദിക്ഷയുണ്ട് എങ്കിൽ ഞാൻ ആരാണ്? നിർവിദ്യ, സമ്പാദിച്ച ആളാണ്. അല്ല ഞാൻ മുനിയാണ്, ഞാൻ പണ്ഡിതനാണ്, ഞാൻ ബ്രാഹ്മണനാകും. അപ്പോഴും സമ്പാദിച്ചുകൊണ്ടേയിരിക്കാം നമുക്ക്. അങ്ങനെയുള്ളവർ മുനി. യാജ്ഞവൽക്യ മഹർഷി അവരെ അതിസംബോധന ചെയ്യുകയാണ്. അങ്ങനെയുള്ളവരാണ് കഹോലരെ മുനി. അവർ ചിലപ്പോൾ എന്തായിരിക്കും? അമൗനം ച മൗനം ച. ചില മുനികൾ അമൗനികളായിരിക്കും അല്ലേ. അതായത് അവർക്ക് മിണ്ടിയാലും പ്രശ്നമൊന്നുമില്ല, മിണ്ടിയില്ലേലും പ്രശ്നമില്ല അല്ലേ. മുനേഹേ ഭാവം ന മൗനം എന്ന് പറയുന്നത്. മുനിയുടെ ഭാവമാണ് മൗനം. പക്ഷെ അന്നും പറഞ്ഞ് മിണ്ടുന്നവരാരും മുനികളല്ല, ആത്മജ്ഞാനനിഷ്ഠരല്ല എന്നും പറയാൻ പറ്റില്ല. ഓരോ മഹാത്മാക്കളുടെയും വ്യവഹാരം ഓരോന്ന് പോലെയാണ് അല്ലേ. അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ഒരാൾ ഒരുപാട് സംസാരിക്കുന്നെന്നും പറഞ്ഞ് അവർ ജ്ഞാനനിഷ്ഠരല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നും സംസാരിക്കാത്തവരുണ്ട്, അവർക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് സംസാരിക്കുന്നത്, അങ്ങനെയും പറയാൻ പറ്റില്ല അല്ലേ. അത് ഓരോരുത്തരുടെ ശീലമാണ് അല്ലേ. ചിലവർക്ക് ലോകഹിതാർത്ഥം സംസാരിക്കുക, ചിലവർക്ക് ലോകത്തിനോടൊന്നും കൊടുക്കാനുണ്ടാവില്ല, അതുകൊണ്ട് അവർ മൗനമായിട്ടിരിക്കും. അതാണ് ചിലപ്പോൾ അമൗനം ച മൗനം ച. അവർ ചിലപ്പം അമൗനികളായിരിക്കും, ചിലപ്പം ച മൗനം. അവർ ചിലപ്പം മൗനമായിരിക്കും, പൂർണ്ണമായും ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാത്തവർ. അതാണ് മൗനം. മൗനം എന്ന വാക്കുകൊണ്ട് വായടച്ചിരിക്കുക എന്നല്ല അർത്ഥം. മൗനം എന്ന വാക്കുകൊണ്ട് ഇന്ദ്രിയ ഉപരരാമർ എന്നാണ് അർത്ഥം. ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാത്തവർ, അതിനെയൊക്കെ ഉപരമിച്ചവർ, അതിനെയൊക്കെ വിഡ്രോ ചെയ്തവർ. ചിലവരങ്ങനെയല്ല, ഇന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിക്കും. ചിലവർ പഠനം നടത്തും, പ്രവചനം നടത്തും അല്ലേ. എത്രയോ മഹാത്മാക്കളുണ്ട് അല്ലേ. ചിലവർ സ്കൂള് കെട്ടും, ആസ്പത്രി ഉണ്ടാക്കും അല്ലേ. എന്തൊക്കെ ചെയ്യുന്നവരുണ്ട്. ഒന്നും പറഞ്ഞാൽ ഇവർ കണ്ടോ, ഇവർ ചുമ്മാ സ്കൂളും ഉണ്ടാക്കി അങ്ങനെ പറഞ്ഞ് നമുക്ക് അവരെയും മോശമെന്ന് പറയാൻ പറ്റില്ല. സമാജത്തെ സേവിക്കാൻ ആരെങ്കിലും വേണ്ടേ. അങ്ങനെ ലോകഹിതാർത്ഥം അമൗനികളായിരിക്കുന്നവരുമുണ്ട്, പിന്നെ മൗനികളായിരിക്കുന്നവരുമുണ്ട്. അതാണ് പറയുന്നത്. പിന്നെ അത് ഇപ്പം നമ്മൾ പഠിച്ച അർത്ഥം ഒരർത്ഥം. ഇനിയും അമൗനം, മൗനത്തിന് വേറെ അർത്ഥമുണ്ട്, വേണ്ടവർ എഴുതിക്കോളൂ. അമൗനം എന്ന് വെച്ചാൽ നിത്യ മനനകർത്ത, എപ്പോഴും ഒരു മനനത്തിലായിരിക്കും. അവരെയും അമൗനി എന്ന് വിളിക്കും. അതായത് എന്തൊക്കെയാണോ അവർ ഗുരുപരമ്പരയിൽ നിന്ന് ശ്രവിച്ചത്, അത് ശ്രവണ അനന്തരം അവർക്ക് ജ്ഞാനനിഷ്ഠരായി, അവർ പണ്ഡിതരായി, അവർ ബ്രാഹ്മണരായി. പക്ഷെ അവർ പഠിച്ച കാര്യങ്ങൾ പുറകോട്ട് വായിച്ചും പഠിച്ചും കേട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചും അവരുടെ ജീവിതം കഴിച്ചു കൂട്ടും. അതാണ് നിത്യമനനകർത്ത. അമൗനം എന്ന വാക്കിന് രണ്ടാമത്തെ അർത്ഥമേ. ആദ്യത്തെ അർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി രണ്ടാമത് മൗനം. അമൗനം ച മൗനം. അവിടെ മൗനം എന്ന വാക്കിന് രണ്ടാമത്തെ അർത്ഥം നിത്യ നിധിധ്യാസനകർത്ത. അവരെപ്പോഴും എന്തായിരിക്കും? എപ്പോഴും നിധിധ്യാസനത്തിലായിരിക്കും. അതായത് നിത്യ സഹജ സമാധിയിലായിരിക്കും. ഇനി ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനില്ല, ചിന്തിച്ചതൊക്കെ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഒന്നും കേൾക്കാനില്ല, ലോകത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാനില്ല, ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നില്ല. അവരെന്തായിരിക്കും? സഹജസ്ഥിതിയിലായിരിക്കുക. അതാണ് രണ്ടാമത്തെ മൗനം എന്ന വാക്കിന് രണ്ടാമത്തെ അർത്ഥം നിത്യ നിധിധ്യാസന കർത്ത. അവർക്കൊരു കർമ്മയേ ഉള്ളൂ. എന്താണ്? നിധിധ്യാസനം എന്ന കർമ്മം. അങ്ങനെയുള്ളവരും ഉണ്ട്.
അപ്പോൾ എങ്ങനെ ഇതിലേക്ക് എത്താം? ഒന്ന്, നിഷ്കാമ ഉപാസന, ഏഷണാത്രയ ത്യാഗം, ഭിക്ഷാചര്യം ചരന്തി, മേൽപ്പറഞ്ഞ സാധനകളിലൂടെ ഈ ഫലത്തെയാണ് കഹോലരെ ലഭിക്കുക. മൗനഞ്ച നിർവിദ്യ, അവർ അതിനെയായിരിക്കും നിർവിദ്യ, നിർവേദം ചെയ്യുക, സമ്പാദിക്കുക. അധ ബ്രാഹ്മണഃ സഹ ബ്രാഹ്മണഃ, അധ അതിനുശേഷം ആ ബ്രാഹ്മണർ എന്തായിത്തീരുമെന്ന് കഹോലർ വീണ്ടും ചോദിക്കുകയാണ്. അടുത്ത കേന സ്യാദ് ഏന സ്യാദ്, അത് കഹോലരുടെ ഡയലോഗാണ്. ഇത്രയും കേട്ടതിന് ശേഷം ഇവരെ ബ്രാഹ്മണരെന്ന് വിളിക്കുന്നു, പണ്ഡിതരെന്ന് വിളിക്കുന്നു, മുനി എന്ന് വിളിക്കുന്നു. ഇത്രയും പ്രശംസകളൊക്കെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞതിന് ശേഷം കഹോലർ വീണ്ടും ചോദിക്കുകയാണ്, ഇവരെങ്ങനെയാ വീണ്ടും അധ ബ്രാഹ്മണ, അങ്ങ് പറഞ്ഞല്ലോ അവർ ബ്രാഹ്മണരായിരുന്നു ആകുമെന്ന്, ആ ബ്രാഹ്മണർ സഹ ബ്രാഹ്മണർ, അങ്ങ് പറഞ്ഞ ഈ ബ്രാഹ്മണർ കേനസ്യാദ് ഏനസ്യാദ് എന്ന് വെച്ചാൽ അവരെങ്ങനെ ഈ ബ്രാഹ്മണരാകുന്നത്? അതായത് മുഴുവൻ പറഞ്ഞതിന് ശേഷവും വീണ്ടും കഹോലർ ചോദിക്കുകയാണ് അല്ലേ. കാരണം ബ്രാഹ്മണൻ എന്ന വാക്ക് എല്ലാവരും യാജ്ഞവൽക്യ മഹർഷി എന്താണോ അർത്ഥം മനസ്സിൽ വിചാരിക്കുന്നത് ആ അർത്ഥം തന്നെ എടുക്കണമെന്നില്ല അല്ലേ. നമ്മളൊരു വാക്ക് പറയും, ഓരോരുത്തരും ഓരോ വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ ദ്വയാർത്ഥമായിരിക്കും മറ്റുള്ളവരെടുക്കുക. അങ്ങനെ തെറ്റിദ്ധാരണകൾ വന്ന് എന്തെല്ലാം ബുക്കാറുണ്ടാകുന്നു അല്ലേ. അപ്പം കഹോലർക്ക് ഈ വാക്കിനെ, ഏത് ബ്രാഹ്മണൻ എന്ന പദത്തിനെ അല്ലെങ്കിൽ ഈ വാക്കിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. അവരെങ്ങനെയാണ് ബ്രാഹ്മണരാകുക അല്ലേ. അപ്പോൾ കഹോലർ വിചാരിക്കുന്നത് ബ്രഹ്മകുല ജാനാദി എന്നാണ് വിചാരിക്കുക അല്ലേ. അതല്ല യാജ്ഞവൽക്യ മഹർഷി ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി ബ്രാഹ്മണൻ എന്ന് മാത്രം പറയാതെ പണ്ഡിതനെന്നും മുനിയെന്നും എല്ലാം വിളിച്ചത്. അതൊക്കെ ശരി ശരി സമ്മതിച്ചു. പക്ഷെ എങ്ങനെ ഇവർ ബ്രാഹ്മണരാകുക? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറയുന്നു, തേന അദൃശ ഏവ അധഃ അന്യത് ആർത്തം. അത്രയും യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ്, സംഭാഷണമാണ്. തേന അദൃശ ഏവ അധഃ അന്യത് ആർത്തം. അല്ലയോ കഹോലരെ, ഞാൻ ബ്രാഹ്മണൻ എന്ന് വിളിച്ചത് ആരെ എന്നാൽ ജ്ഞാനബലത്തോടുകൂടി വ്യവഹരിക്കുന്നവനെയാണ്. അതാണ് തേന അദൃശ എന്ന, തേന എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ, ജ്ഞാനബലത്തോടുകൂടി വ്യവഹരിക്കുന്നവൻ, അവരെയാണ് ഞാൻ ബ്രാഹ്മണൻ എന്ന് ഇവിടെ അതിസംബോധന ചെയ്തത്. അല്ലാണ്ട് വഴിയെ കൂടെ പോകുന്ന ആരെയല്ല ഞാൻ ബ്രാഹ്മണരെന്ന് വിളിച്ചത്. ജ്ഞാനബലത്തോടുകൂടി. എന്ത് ജ്ഞാനബലം? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള ജ്ഞാനബലം, അല്ലെങ്കിൽ അപരോക്ഷ ജ്ഞാനബലം അല്ലെ. ചോദ്യം അതായിരുന്നല്ലോ, അപരോക്ഷം. അതുകൊണ്ട് അപരോക്ഷ ജ്ഞാനബലത്തോടുകൂടി വ്യവഹരിക്കുക, ജീവിക്കുന്നവർ, അവരെയാണ് ഞാൻ ബ്രാഹ്മണൻ എന്ന് വിളിച്ചത്. അവർക്ക് അധഃ അന്യദാർത്ഥം, ആ ബ്രാഹ്മണർക്ക്, ജ്ഞാനനിഷ്ഠയോടുകൂടി ജീവിക്കുന്നവർക്ക്, സർവ്വതും എന്നാണ്, ഒന്നിനോടും അധഃ അന്യദാർത്ഥം, മറ്റൊന്നിനോടും ഒരു താതാത്മ്യം ഉണ്ടാവുകയില്ല. അതായത് ലോകത്തിനോടുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല. അവരെയാണ് ഞാൻ ബ്രാഹ്മണൻ എന്ന് വിളിച്ചത്. ഇത്രയേ ഉള്ളൂ. ഈ വാക്കിൻ്റെ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ ലോകത്തിനോട് ഒരു താതാത്മ്യവും ഇല്ലാത്തവർ. അവർ ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പം ഭക്ഷണം കഴിക്കും അല്ലേ, ചിലപ്പോൾ നേരത്തുമ്മ കൂടെ നടക്കും, ഇതെല്ലാം ചെയ്യും. ചിലവരെ കാണുകയേയില്ല. അപ്പം ഈ പുറമേ ഉള്ള വ്യവഹാരം കൊണ്ട് ആരെയും ജ്ഞാനനിഷ്ഠർന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഞാൻ ബ്രാഹ്മണൻ എന്ന് വിളിച്ചത് ഒന്നിനോടും താതാത്മ്യമില്ലാതെ സാധന ചതുഷ്ടയ സമ്പത്തി എന്ന വിഭൂതിയോടുകൂടി ജീവിക്കുന്നവരെയാണ് ഞാൻ ജ്ഞാനനിഷ്ഠർ അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് വിളിച്ചത് കഹോലരെ. ഇത് കേട്ടതിന് ശേഷം തതോഹ കഹോലഹ കൗശീതകേയ ഉപരരാമ. ഈ യാജ്ഞവൽക്യ മഹർഷിയിൽ നിന്നും മറുപടി കേട്ടതിനന്തരം
കഹോലർക്ക് വീണ്ടും ചോദ്യമൊന്നുമില്ല. അപരോക്ഷ ബ്രഹ്മം എന്തെന്ന് ചോദിച്ചു. അപരോക്ഷ ബ്രഹ്മ ജ്ഞാനനിഷ്ഠനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഷഡൂർമി വിചാരത്തിലൂടെ, ഏഷണാത്രയ വിചാരത്തിലൂടെ, സാധന വിചാരത്തിലൂടെ. ഒന്നുകൂടെ പറയാം. ഷഡൂർമി വിചാരത്തിലൂടെ, ഏഷണാത്രയ വിചാരത്തിലൂടെ, സാധന വിചാരത്തിലൂടെ കഹോലർക്ക് യാജ്ഞവൽക്യ മഹർഷി എന്താണ് അപരോക്ഷ ബ്രഹ്മജ്ഞാനമെന്ന് പറഞ്ഞു കൊടുത്തു. അത് കേട്ട് ഇനിയും ചോദ്യങ്ങളൊന്നുമില്ല. കഹോലർ ഉപരമിച്ചു. തൃതീയോധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം പഞ്ചമ ബ്രാഹ്മണം കഹോല ബ്രാഹ്മണം സമാപ്തം. അടുത്തതിന് തൃതീയ അധ്യായം ഷഷ്ടബ്രാഹ്മണം. നമുക്ക് നാളെ പഠിക്കാം. ഷഷ്ടബ്രാഹ്മണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഗാർഗി വരികയാണ്. മറ്റൊരു പേരുണ്ട് ഓതപ്രോത ബ്രാഹ്മണം. ഇതേ തന്നെ ഗാർഗി ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒറ്റ മന്ത്രമേ ഉള്ളൂ ഈ ആറാമത്തെ ബ്രാഹ്മണത്തിൽ. അതിനുശേഷം ഗാർഗി ഉപരമിക്ക് നല്ല വഴക്ക് കിട്ടും യാജ്ഞവൽക്യ മഹർഷിയുടെ അടുത്തുനിന്ന്. ഞാനിത് ഗ്രൂപ്പിലിടാം. അതിൻ്റെ ഡയലോഗുകളുണ്ട്, ഞാനത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അയച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. അതിനുശേഷം എന്തെങ്കിലും അക്ഷരത്തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, എങ്കിലും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം അഷ്ടമ ബ്രാഹ്മണ, എട്ടാമത്തെ ബ്രാഹ്മണത്തിൽ ഈ വഴക്കൊക്കെ കേട്ടിട്ട് ഗാർഗി ഇപ്പം മിണ്ടാതിരിക്കും. ആറാമത്തെ ബ്രാഹ്മണത്തിൽ അതിനുശേഷം വീണ്ടും ഗാർഗി വരും. അതാണ് അഷ്ടമ ബ്രാഹ്മണം. അതിൽ 12 മന്ത്രങ്ങളുണ്ട്. അക്ഷരബ്രാഹ്മണം എന്ന് പറഞ്ഞ് അത് അങ്ങനെ 2 തവണ ഗാർഗി വരുന്നു. 8 ചോദ്യകർത്താക്കളാണ് ഈ അധ്യായത്തിലുള്ളത്. മൂന്നാമത്തെ അധ്യായത്തിൽ 8 ചോദ്യകർത്താക്കൾ. അതിൽ ഗാർഗി മാത്രമാണ് ഒരിക്കൽ കൂടി വരുന്നത്. അങ്ങനെയാണ് ജൽപരൂപോപപത്തി പ്രകരണം 9 ബ്രാഹ്മണങ്ങളുള്ളത്. വളരെ ശ്രേഷ്ഠമായതാണ് ഇനിയുള്ള ഭാഗങ്ങൾ. യാജ്ഞവൽക്യ മഹർഷിയോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് പഠിക്കാൻ സാധിക്കണേ എന്നുള്ളത്. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.